ഹലോ, വെൽക്കം ടു SCIT സമഗ്ര. 8ാം ക്ലാസ്സിലെ ന്യൂ SCIT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിൽ 10ാമത്തെ ചാപ്റ്ററായ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന ചാപ്റ്ററിലെ പോർഷനാണ് വായിക്കുന്നത്. യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ. യൂറോപ്പിന്റെ ഭൂപ്രകൃതി നോക്കാം. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റേത്. യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാം. യൂറോപ്പിന്റെ ഭൂപ്രകൃതി എത്രയായിട്ട് തരംതിരിക്കുന്നത്? 4ആയി തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകള്, ഉത്തര യൂറോപ്യൻ സമതലങ്ങള്, മധ്യ ഉന്നത തടങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. ഏതൊക്കെ? വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, മധ്യ ഉന്നത തടങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റെത്. യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകള്, ഉത്തര യൂറോപ്യൻ സമതലങ്ങള്, മധ്യ ഉന്നത തടങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, അതായത് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളാണിത്. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമി. ഏതൊക്കെ രാജ്യങ്ങളാണ്? നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയാണിത്. മഞ്ഞുമൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. എന്തൊക്കെ പ്രത്യേകതയുള്ളത്? മഞ്ഞുമൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണിത്. നീണ്ടകാലത്തെ ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോടു കൂടിയ നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട്. നീണ്ടകാലത്തെ ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോടു കൂടിയ നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടത്തും കാണപ്പെടാറുണ്ട്. സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോർഡുകളും ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്തൊക്കെയാണ്? വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ. ആദ്യം പറയുന്നത് യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് തരംതിരിക്കാം? 4ആയി തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, മധ്യ ഉന്നത തടങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ട് 4ആയി തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, മധ്യ ഉന്നത തടങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, അതായത് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ്. ഏതൊക്കെ രാജ്യങ്ങൾ പരന്നു കിടക്കുന്നത്? നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയാണിത്. മഞ്ഞുമൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളാണിത്. നീണ്ടകാലത്തെ ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയ നേരിയ ചെരിവുള്ളതുമായ കുന്നുകൾ പലയിടത്തും കാണപ്പെടാറുണ്ട്. സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോർഡുകളും ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്താണ് ഹിമാനീകരണം നോക്കാം. ഹിമാനീകരണം അല്ലെങ്കിൽ ഗ്ലൈസിയേഷൻ എന്നത് ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. എന്താണ്? ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. ഇവയുടെ ചലനത്തിന്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഗ്ലൈസിയേഷൻ അല്ലെങ്കിൽ ഹിമാനീകരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഹിമാനികൾ? ചലിക്കുന്ന മഞ്ഞുപാളിയാണ് ഹിമാനികൾ. ഇവയുടെ ചലനത്തിന്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഹിമാനീകരണം അല്ലെങ്കിൽ ഗ്ലൈസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് നോക്കാം. ഭൗമ ഉപരിതലത്തിലെ ശിലകൾക്കുണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അതായത് ശിഥിലീകരണം ശിഥിലീകരണമാണ് അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണ് അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഹിമാനീകരണം അല്ലെങ്കിൽ ഗ്ലേസിയേഷന്? ചലിക്കുന്ന മഞ്ഞുപാളികളായ ഹിമാനികളുടെ ചലനത്തിന്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിലും രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണെങ്കിൽ ഹിമാനീകരണം അല്ലെങ്കിൽ ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അതായത് ശിഥിലീകരണത്തെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
ഇനി എന്താണ് ഫിയോഡുകൾ? ഫിയോഡ് നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഒന്നുകൂടി പറയാം. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതി രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതി രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ അതായത് പ്ലാങ്ക്ടൺസ് ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഈ പ്ലവകങ്ങളെ ആഹരിക്കുന്നതിനായിട്ട് ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനായി ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഗ്ലേസിയേഷൻ എന്താ അല്ലെങ്കിൽ ഹിമാനീകരണം, അപക്ഷയം അല്ലെങ്കിൽ വെതറിങ്, ഫിയോഡ്. ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഏതിലാ കാണുന്നത്? വടക്ക് പടിഞ്ഞാറൻ കുന്നുകളിൽ നീണ്ടകാലത്തെ ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയ നേരിയ ചെരിവുള്ളതുമായ കുന്നുകൾ പലയിടത്തും കാണപ്പെടാറുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളിൽ കാണപ്പെടാറുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, അതായത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? അത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ്. ഉത്തര യൂറോപ്യൻ സമതലം അറിയപ്പെടുന്ന പേരാണ് ദി ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തര യൂറോപ്യൻ സമതലം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ദി ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നാണ് ഉത്തര യൂറോപ്യൻ സമതലം അറിയപ്പെടുന്ന പേരാണ്. മറ്റൊരു പേരാണ് ദി ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ കേട്ടോ. ദി ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ. ഉത്തര യൂറോപ്യൻ സമതലം വ്യാപിച്ചു കിടക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? കിഴക്ക് യുറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് ഉത്തര യൂറോപ്യൻ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തര യൂറോപ്യൻ സമതലം വ്യാപിച്ചു കിടക്കുന്നത് എവിടെ നിന്നാണ്? കിഴക്ക് യുറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം. പടിഞ്ഞാറ് ഭാഗത്താണ് അറ്റ്ലാന്റിക് സമുദ്രം. കിഴക്ക് യുറാൽ പർവ്വതം മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തര യൂറോപ്യൻ സമതലം അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ദി ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ചെറുതും വലുതുമായ നിരവധി സമതലങ്ങൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ചെറുതും വലുതുമായ നിരവധി സമതലങ്ങൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലത്തിൽ അങ്ങിങ്ങായിട്ട് ചെറു കുന്നുകളും കാണപ്പെടുന്നുണ്ട്. ചെറു കുന്നുകൾ ഏതിലാണ് കാണുന്നത്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായാണ്. ഓക്കെ. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായാണ്. പ്രധാന എക്കൽ നിക്ഷേപമുള്ള നദികൾ ഏതൊക്കെയാണ്? പ്രധാന എക്കൽ നിക്ഷേപമുള്ള നദികളാണ് വോൾഗ, ഡോൺ, നെയ്പർ. പ്രധാന എക്കൽ നിക്ഷേപമുള്ള നദികളാണ് വോൾഗ, ഡോൺ, നെയ്പർ കേട്ടോ. പ്രധാന എക്കൽ നിക്ഷേപമുള്ള നദികൾ ഏതൊക്കെയാണ്? വോൾഗ, ഡോൺ, നെയ്പർ ഒക്കെ പ്രധാന എക്കൽ നിക്ഷേപമുള്ള നദികളാണ്. ഇവയെല്ലാം ഫലഭൂയിഷ്ഠ പ്രദേശങ്ങളാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ അറിയോ? യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തര യൂറോപ്യൻ സമുദ്രത്തിൽ വ്യാപകമായിട്ട് കാണുന്ന പുൽമേടാണ് സ്റ്റെപ്പീസ്. ഏതാണ്? സ്റ്റെപ്പീസ് പുൽമേട്. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടിന്റെ പേരാണ് സ്റ്റെപ്പീസ് പുൽമേട്. വോൾഗ നദി ഒഴുകുന്ന രാജ്യമാണ് ഈ രാജ്യത്ത് കൂടി ഒഴുകുന്നത്? അത് റഷ്യ. വോൾഗ നദി ഒഴുകുന്ന രാജ്യം റഷ്യയാണ്. നമ്മൾ എന്താ വായിച്ചത്? യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് അതിന്റെ ഭൂപ്രകൃതി. യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ട് എത്രയായിട്ട് തരംതിരിക്കാം? 4ആയി തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, മധ്യ ഉന്നത തടങ്ങൾ, ആൽപിൻ പർവ്വതനിരകൾ. അപ്പോൾ ഇപ്പൊ പറഞ്ഞത് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. ഓക്കെ അല്ലേ? യൂറോപ്പിലെ ഏറ്റവും വലിയ നദി ഏതാണ്? വോൾഗയാണ് കേട്ടോ. ആ വോൾഗ നദി ഒഴുകുന്ന രാജ്യം ഏതാണ്? റഷ്യയിലാണ്. നെക്സ്റ്റ് ആണ് മധ്യ ഉന്നത തടങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ അപ്ലാൻഡ്സ് കേട്ടോ. നിരവധി വ്യത്യസ്തങ്ങളായ ഭൂരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശാല പ്രദേശമാണ് മധ്യ ഉന്നത തടങ്ങൾ. ഇത് വിവിധ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്താണ്. മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്താണ്. ആദ്യം പറഞ്ഞത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളല്ലേ? അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളാണ്. ഈ മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്താണ് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.
ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ മധ്യ ഉന്നത തടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെയാണ്. പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെയാണ് ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ മധ്യ ഉന്നത തടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ കേട്ടോ. പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെയാണ് മധ്യ ഉന്നത തടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികളാണ് റൈന്, റോൺ കേട്ടോ. മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികൾ ഏതൊക്കെയാണ്? റൈൻ, റോൺ. റൈന്, റോണാണ് മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികള്. മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികൾ ഏതൊക്കെയാണ്? റൈൻ ആൻഡ് റോൺ. റോണൊക്കെയാണ് ജലസമ്പുഷ്ടമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആൽപൈൻ പർവ്വത നിരകള്. ആൽപൈൻ മൗണ്ടെയ്ൻ സിസ്റ്റം. മധ്യ ഉന്നത തടത്തിന് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വത നിരകള്. എവിടെയാണ്? മധ്യ ഉന്നത തടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ. ഇത്രയും വായിച്ചത് ഓക്കെ ആണോ? നമ്മൾ എന്താ പഠിക്കുന്നത്? യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ 4ആയിട്ട് തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകള്, ഉത്തര യൂറോപ്യൻ സമതലങ്ങള്, മധ്യ ഉന്നത തടങ്ങള്, ആൽപൈൻ പർവ്വത നിരകള്. ഇതിന്റെ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത എന്താണ്? യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളാണിവ. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. പിന്നെ നെക്സ്റ്റ് ആണ് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നതോ? മധ്യ ഉന്നത തടങ്ങള് ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായിട്ടാണ് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മധ്യ ഉന്നത തടത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ കേട്ടോ. ആൽപൈൻ പർവ്വതങ്ങള് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് വിവിധ നിരകളായിട്ട് സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വത നിരകൾ നീണ്ടുകിടക്കുന്നു. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വതനിരകൾ നീണ്ടുകിടക്കുന്നു. പ്രധാന ആൽപൈൻ പർവ്വത നിരകളാണ് ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ. പ്രധാന ആൽപൈൻ പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ. കാർപാത്തിയൻ മലനിരകൾ, ആൽപ്സ്, കോക്കസസ് ഒക്കെ പ്രധാന ആൽപൈൻ പർവ്വത നിരകളാണ്.